ഹാപ്പി വിഷു ഓൾ. നമ്മൾ ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കൊച്ചച്ഛൻ്റെ വീട്ടിലാട്ടോ ഈ തവണ വിഷു കൂടിയത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കണിയൊക്കെ ഒരുക്കി തുടങ്ങിയിരുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ആയിട്ട് കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. കുഞ്ഞറിവായി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു കേട്ടോ. അതുകൊണ്ട് തന്നെ കണിയൊക്കെ കാണിക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ തറവാട്ടിലേക്ക് ഇറങ്ങിയത്. കണി വെച്ചിരിക്കുന്നതും കൃഷ്ണനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാവിലെ യാറേനെ കുത്തി എണീപ്പിച്ച് കണിയൊക്കെ കാണിച്ച് കണി കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഉറങ്ങിപ്പോയി കേട്ടോ. ആ ടൈം കൊണ്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ടും കുഞ്ഞ് എണീക്കാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള കാവി ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയി. അവിടെ പോയി കണിയൊക്കെ കണ്ട് തൊഴുതിറങ്ങിയപ്പോഴത്തേനും നല്ല ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ടും യാറെ എണീറ്റിട്ടില്ലായിരുന്നു. പിന്നെ നിർബന്ധിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് മാറാൻ നോക്കിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഡയപ്പർ മാത്രം ഇടിപ്പിച്ച് ടോപ്പും ഇടിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കുഞ്ഞിച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പുള്ളിയുടെ മൂഡൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ പാവാടയൊക്കെ ഇടിപ്പിച്ചത്. ഭരണങ്ങാനത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം കേട്ടോ. അവിടെയാണ് ഈ ആറേനെ കൊണ്ട് നമ്മൾ ഇന്ന് തൊഴാൻ പോകുന്നത്. ഇന്നവിടെ കാവടി ഘോഷയാത്രയും കൂടി ഉണ്ട് കേട്ടോ. അതിനു മുമ്പ് തൊഴുതിറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോയത്. പക്ഷെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ തൊഴാൻ കയറിയപ്പോൾ. ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരുന്നതുകൊണ്ട് മടിയൊന്നും കാണിക്കാതെ ഞങ്ങൾ ക്യൂവെ നേരെ കയറി. കണ്ണന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ട് പൊന്നു ഭയങ്കര ചില്ലായിരുന്നു. പ്രതീക്ഷിച്ച അത്ര ലാഗടിയൊന്നും വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി. തൊഴുതിറങ്ങിയപ്പോൾ പുള്ളിനെ കൊണ്ട് മഞ്ചാടിക്കുരു ഒക്കെ വായിച്ചു കേട്ടോ. യാറയ്ക്ക് അത് കുറച്ച് കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഘോഷയാത്ര എൻട്രൻസിന്റെ അവിടെ വന്നായിരുന്നു. 2 ആനയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കടന്നു പോകുന്നവരെ ഞങ്ങൾ അത് കണ്ടു നിന്നു കേട്ടോ. കുഞ്ഞിന് ചെണ്ടമേളവും ആനേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാവടിയൊക്കെ കടന്നു പോയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വിഷു ആശംസകൾ.